UAE സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബുദാബിയിലെത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു. UAE വ്യോമസേനാ വിമാനങ്ങൾ അതിർത്തിയിലെത്തി ട്രംപിന്റെ യാത്രാ വിമാനത്തെ വരവേറ്റു. അതേസമയം UAE-US ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ ഗൾഫ് പര്യടനത്തിലെ ഈ സന്ദർശനം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് പര്യടനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചാണ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം UAE-യിലെത്തിയത്. US പ്രസിഡന്റിന്റെ പ്രത്യേക വിമാനത്തിനെ അകമ്പടി സേവിച്ചും വരവേറ്റും UAE എയർഫോഴ്സ് വിമാനങ്ങൾ ആകാശത്ത് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു. UAE-US ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ സന്ദർശനം. UAE വിപണികളിൽ പ്രവർത്തിക്കുന്ന മൊത്തം അമേരിക്കൻ കമ്പനികളുടെ എണ്ണം ഏകദേശം 13,000 ആയി വർദ്ധിച്ചു. 115-ലധികം UAE കമ്പനികൾ US-ലെ വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ട്രംപിനെ സ്വീകരിച്ചു. വിവിധ മേഖലകളിലുള്ള UAE-US സഹകരണ പ്രഖ്യാപനമാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കും പ്രസിഡൻഷ്യൽ കൊട്ടാരമായ ഖസ്ർ അൽ വത്താനും സന്ദർശനത്തിൽ ഉൾപ്പെടുത്തി. നിർമ്മിത ബുദ്ധി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങൾ ചർച്ച ചെയ്യും. അമേരിക്കയിൽ നിന്നും കൂടുതൽ ഉൽപ്പന്നങ്ങൾ UAE-യിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച പ്രഖ്യാപനമാണ് മറ്റൊന്ന്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി എത്തിയ ട്രംപ് വെള്ളിയാഴ്ച ഉച്ചയോടെ തിരിച്ചുപോകും. UAE സന്ദർശിക്കുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2008-ൽ ജോർജ് W. ബുഷ് ആണ് ഇതിനു മുമ്പ് UAE സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അതേസമയം ഇത് ആദ്യമായല്ല ട്രംപ് UAE സന്ദർശിക്കുന്നത്. ഔദ്യോഗിക സന്ദർശനങ്ങൾക്ക് പുറമെ വ്യക്തിപരമായ കാരണങ്ങൾക്കും ട്രംപ് നേരത്തെയും UAE-യിൽ എത്തിയിട്ടുണ്ട്. 2014-ലാണ് ട്രംപ് അവസാനമായി UAE സന്ദർശിച്ചത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jai Hind TV. An Elvis Chamar TV show. Middle East This Week. Middle East beyond the headlines.